ഹലോ, നമ്മളെവിടെ? യെസ്, അങ്ങനെ നമ്മളെ കുറേ ദിവസത്തെ ഡ്രീം ഡെസ്റ്റിനേഷനായ ആദിയോഗിയിൽ നിൽക്കുകയാണ്. കുറേ ദിവസം സ്വപ്നമല്ലേ നമ്മൾ നടന്നു. അപ്പം നമ്മൾ ആദ്യം ഫുള്ള് കണ്ട് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അടിപൊളി സ്ഥലം, എല്ലാവരും മസ്റ്റ് വിസിറ്റ്. ബാക്കി ഫുൾ വ്ളോഗ് ഉണ്ട്, എല്ലാവരും കാണാം. ഓക്കെ, കാണൂല്ലേ? എല്ലാവരും കാണണ്ടേ? ബൈ. യെസ്, ഫ്യൂച്ചറിൽ ആദിയോഗിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇൻട്രോ എടുത്ത അക്ഷയും ടീമിനായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. സമയം 6 മാസം 6-ാം തീയതി 6 മണി. നമ്മളുടെ 3 പേരും ഇറങ്ങി. ഒരാൾ ബാഗ് തുറന്നിട്ടാണ് ഒരാൾ പോകുന്നത്. യെസ്, പിന്നെ നമ്മളെങ്ങനെ അവിടെ എത്തുന്നു ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. അതിലേട്ടാ, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ മാത്രം വ്ളോഗ് വരുന്നത്. അതിലേട്ടൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ എത്തും, എപ്പോൾ എത്തും, എവിടെ എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളെങ്ങനെ എത്തിയ ഈ വ്ളോഗ് വരും, എത്തിയില്ലെങ്കിലും വ്ളോഗ് വരും. അപ്പം നമ്മളെവിടെയെങ്കിലൊക്കെ അപ്ഡേറ്റ് ആക്കേ. സമയം 6:32. അപ്പം നമ്മൾ ടൈം ഉൾപ്പെടെ ആയിരിക്കും ഗൈസ് നമ്മളിന്ന് വ്ളോഗ് മെൻഷൻ ചെയ്യുന്നത്. നമുക്കിത് കള്ളപ്പാളയത്തിൽ നിന്ന് ബസ് കിട്ടി. എന്താ പറയുന്നത്, തമിഴ്നാട് ഗവൺമെൻറ് ബസ്സാണ്. ബസ്സിൻ്റെ അവസ്ഥയൊക്കെ ശോകമാണ്. ബസ് വെള്ളമൊക്കെ കണ്ടിട്ട് വർഷങ്ങളായ ബസ്സാണ്. ഫുള്ള് ഇതൊക്കെ ഇങ്ങനെ കുട്ടികൾ കയ്യേക്കാശം പോയി. എന്താണ് ബസ്സിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം? KSRTC അല്ലേ? KSRTC വൃത്തിയെങ്കിലും കിട്ടും തുടങ്ങി പറയാം. ഇത്ര ബെറ്റർ ഇവരൊക്കെ ഉണ്ടാവും. ഇതേട്ടോ ഗ്യാപ്പ് ഒരു കോയിനോ എന്തെങ്കിലും ഫോൺ എന്തെങ്കിലും തറയപ്പോ നേരെ റോഡിൽ പോകും. ഗ്യാപ്പ്. തമിഴ്നാട് ഗവൺമെന്റ് പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ, സമയം 7:39. നമ്മളുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇവിടെ നമ്മൾ ഗാന്ധിപുരം ബസ് കയറി ഗാന്ധിപുരം പോകും. ഗാന്ധിപുരം എത്തിയിട്ട് ബാക്കി വ്ളോഗ് എടുക്കാമേ. അങ്ങനെ 8 മണിയായപ്പോൾ നമ്മൾ ഗാന്ധിപുരം ടൗൺ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആദിയോഗി ബസ്സുണ്ട്, ആ ബസ് കയറി പോവാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തന്നെ, ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച്, അത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ച് ഇനി അടുത്ത് നേരെ അടുത്ത ബസ് കിട്ടുമെങ്കിൽ ഞാൻ ബസ്സിൽ കയറിയിട്ട് ബാക്കി അപ്ഡേറ്റ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ സ്ഥലം കണ്ടുപിടിച്ച് ഇനി ബസ് കയറണം. 14C-യും 14D-യും ആണ് ഇവിടെ നിന്ന് ആദ്യത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളെ ബസ് വന്നു ഇഷ യോഗ സെൻറ്റർ ഉണ്ടാവും, 14D. 8:10 ബസ് മൂവായി. ഇഷ യോഗ സെൻറ്റർ ലക്ഷ്യമാക്കി ഒരു സെലിബ്രിറ്റി നമ്മളെ കൂടെ ഉണ്ട്. മാസ്ക് ചോദിക്കണ്ടേ, ഫോട്ടോ? അതെ. ഇന്നലെ ഒരു പോസ്റ്റ് ഇപ്പം എത്ര ലൈക്ക് കിട്ടിയെന്ന് പറഞ്ഞത്? എത്ര ലൈക്ക് കിട്ടിയെന്ന് പറയുന്നില്ലേ? ഇന്നലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ 60 ലൈക്ക് കിട്ടി. അതിനുശേഷം ഇപ്പോൾ സെലിബ്രിറ്റിയാണ്. പബ്ലിക് എന്തായാലും ഇതാവെന്ന് പറയുന്ന മാസ്ക് ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. ആരിത് പറയൂ, എന്താണ് പറയുള്ളത്? ഒന്നും എത്തോ എത്തുമായിരിക്കും. പിന്നെ അല്ല, നമ്മൾ സെലിബ്രിറ്റി പറഞ്ഞില്ല എത്തും. അപ്പം പോണ വഴിക്ക് നല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 8:25 ബസ് മൂവായി ഗൈസ്. കോയമ്പത്തൂർ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. അതിലേട്ടൻ ബസ് ഫുൾ ആളായി. അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 50 രൂപയാണ് ആണ് കാന്തപുരത്തിൽ നിന്ന് ഇഷയിലെത്തുള്ള ടിക്കറ്റ്. നമ്മൾ 3 ടിക്കറ്റ് എടുത്ത് യാത്ര തുടരുന്നു. അങ്ങനെ 9:26 നമ്മൾ ഫോറസ്റ്റിന് ഉള്ളിലോട്ട് കയറി. ദൂരം മലയിൽ ഫുള്ള് കോടൊക്കെ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് തോന്നുന്നു. ഇഷ യോഗ സെൻറ്റർ 1 കിലോമീറ്റർ ധ്യാനലില്ല. നമ്മളെത്തി.
ബസ്സൊക്കെ നിൽക്കുന്നു. ആണ് നമുക്ക് ബെസ്റ്റ് ടൈമിങ്. ഇഷ ടു ഗാന്ധിപുരം, ഗാന്ധിപുരം ടു ഇഷ, ഇതൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷോ ഉണ്ട്. ലാസ്റ്റ് ബസ് 9 മണിയുടെ ബസ്സുണ്ട് ഇവിടെ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി നമുക്ക് നമ്മളെ ലൈറ്റ് ഷോയും കണ്ടിട്ട് പോവാം. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഗാന്ധിപുരം ടു, അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഇഷയിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 4:43. അപ്പം ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഗൈസ്. ഏകദേശം ഇവിടെ കണ്ടോ ഫുൾ കാളകളാണ്. കാളവണ്ടി, നമുക്ക് നമ്മുടെ കാളവണ്ടി ഉണ്ടെങ്കിൽ കാളവണ്ടി എടുത്ത് പോവാം. അടുത്തെന്താ പ്ലാൻ? നമുക്ക് വെള്ളം വല്ലതും കുടിച്ചിട്ട് അല്ലേ? യെസ് ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം വല്ലതും കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അകത്ത് കയറാം. ആദിയോഗി ഫേസ് സ്റ്റാച്ചു ഇങ്ങോട്ടും, ധ്യാനലിംഗം അങ്ങോട്ടും. നമ്മൾ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് സ്റ്റാച്ചുവിലോ? നമ്മളൊന്ന് ആലോചിക്കട്ടെ കേസ്. നമുക്ക് നേരെ പോകാം. പക്ഷെ മതിലാട്ടേണ്ടി വരും കേട്ടോ. ഇതിൽ പോകാം. നമ്മളിപ്പോൾ കാറുകളെല്ലാം എങ്ങനെ നിരനിരയായി പോകും. അതിൻ്റെ കൊമ്പൊക്കെ കണ്ടു. സൂപ്പർ. ഇവിടെ എത്തി. ഇതാണ് ധ്യാനലിംഗ എൻട്രൻസ്. പക്ഷെ ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്ത. അപ്പോൾ നമ്മളത് ഇനി എടുക്കുന്നില്ല. ഇനി എടുത്ത് പുറത്തിറങ്ങിയിട്ട് എടുക്കാം. ഓക്കെ. നമ്മൾ അവിടെ ധ്യാനലിംഗക്കകത്ത് കയറിയിട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ റൈസ് ഇതാണ്. കേർഡ് റൈസ്, സാമ്പാർ റൈസ്, വെറൈറ്റി പുതിന റൈസ്. ഇത് കേർഡ് റൈസ്, സാമ്പാർ റൈസ്, കൊറിയൻ റൈസ്. എങ്ങനെയുണ്ട്? സാമ്പാർ റൈസ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഫ്ലിപ്കാർട്ടിനെ കാട്ടി കൊള്ളാമെന്ന്. കേർഡ് റൈസ് സൂപ്പറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുഡ് കഴിച്ചിട്ട് അടുത്തെന്താ പരിപാടി നോക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് എന്താ പറയുന്നത്, സ്റ്റാച്യൂവിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ ഒരു മെയിൻ കാര്യം, ഇവിടെ വരുമ്പോൾ എല്ലാവരും ലിക്വിഡ് ക്യാഷ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ പെട്ട പോലെ പെടും. ഇവിടെ ഒരിടത്തും ഗൂഗിൾ പേ, ഒരിടത്തും ലേശം 3/4 സ്ഥലത്തും ഗൂഗിൾ പേ ഇല്ല. എല്ലായിടത്തും ലിക്വിഡ് ക്യാഷ് അലൗഡ്. അതൊരു അകത്ത് കയറിയിട്ട് അവിടെ കുറേ ഷോപ്പിങ്ങും പ്രസാദമൊക്കെ വാങ്ങും. പക്ഷെ അവിടെ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് അവിടെ ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡ് ക്യാഷ് ഓൺലി. സോ എല്ലാവരും ലിക്വിഡ് മാക്സിമം കയ്യിൽ കരുതുക. ഇവിടെ ATM ഉണ്ട്. പക്ഷേ ATM പോയിട്ട് നിങ്ങൾക്ക് സർവർ ഡൗൺ. അപ്പോൾ നമ്മൾ പെട്ട് നിൽക്കുകയാണ്. ബുള്ളക്കാർട്ട് റൈഡ് എടുക്കാൻ ബുള്ളക്കാർട്ട് അവിടെ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് നടക്കുന്നു. ഇങ്ങോട്ട് ചിലപ്പോൾ ബുള്ളക്കാർട്ട് എടുക്കും. ഇതുണ്ടോ കിടലുമില്ലേ കാലം. അതെന്താ അത് ആർക്കും വേണ്ടത് കളയോ? അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ നടന്ന് ഫ്രണ്ടിൽ നിന്നപ്പം സൂപ്പർ മല, നെൽപ്പാടം. അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ കാണുമ്പോൾ ശിവൻ്റെ മുടി കാണുന്നു. ഇതിൽ കൂടെ വരാമോ എന്തോ. ഇങ്ങനെ ആരും പുല്ലിൽ ചവിട്ടാൻ പാടില്ല. ഞാനൊരു മണ്ടത്തരം കാണിച്ച് ചവിട്ടിയതാണ്, സോറി. പുല്ലി ചവിട്ടാൻ പാടില്ല. പുല്ലി സംരക്ഷിക്കുന്ന സാധനമല്ലേ, നമ്മൾ ചവിട്ടാമോ? ഇല്ല. ഇവിടെ കുറേ കാളവണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. തിരിച്ചുമ്പോൾ കാളവണ്ടി എടുക്കാം, അതായിരിക്കും ലാഭം. നേരത്തെ പോയി കാളൊക്കെ അവിടെ മേയുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പോയി കാണിച്ചു തരാം. അടുത്തൊരു കാളവണ്ടി വരുന്നു. കൊള്ളാം, മൊത്തത്തിൽ വൈബാണ്. യെസ്, നമ്മൾ കണ്ടു, നമ്മളെത്തി. ലാൻഡ്സ്കേപ്പ് ഉണ്ടോ? ആ മല, നെൽപ്പാടം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലേ? നല്ല വലിപ്പമുണ്ട് ഗൈസ്. നമ്മളെത്തി അവസാനം. അതുൽ പ്ലത്തി ഇവൻ്റെ ഇത് വായിക്കണമെങ്കിൽ വായിക്കും ഗൈസ്. ആവശ്യമുള്ളവർക്ക് വായിച്ചെടുക്കാം. ഓക്കെ. ഒരു മഴ പെയ്താൽ എവിടെ കയറി ഓടുന്നു ഒരു പിടുത്തമില്ല. ബാക്കി കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് ബാക്കി, അല്ലെങ്കിൽ ഭയങ്കര ലെന്തായി പോകും, ബോറായിരിക്കും കാണാൻ. ഷോർട്ടാക്കി. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഓ അങ്ങനെയല്ല, ഇവിടെ വരുമ്പോൾ വേറെ പോസ്റ്റ്. എങ്ങനെ? വെരി ഗുഡ്. ഇങ്ങനെ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 112 ഫീറ്റ് പൊക്കം.
ഏകദേശം 81 മീറ്റർ പൊക്കമാണ് ഞാൻ ഗൂഗിളിൽ വായിച്ചത്. ഉണ്ട്, അതിനെക്കാട്ടി പൊക്കം ഉണ്ടെങ്കിലുള്ളൂ. നോക്കൂ, ബാക്കി ഇനി കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് ചുറ്റി കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ലോഡ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ആദ്യം ഈ അടുത്തോട്ട് പോവാണ്. ഇവിടെ ചെരുപ്പിടാൻ പാടില്ലെന്നാണ് നമ്മളൊരു വിശ്വാസം. ചെരുപ്പില്ലെങ്കിൽ കാലൊക്കെ ഇപ്പോൾ പൊള്ളി അടരും. ഇപ്പം നമ്മളെ അത് മഴയില്ല അവിടെ, നമുക്ക് ശ്രദ്ധിച്ചറിയാം. അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്യുമായിരിക്കും, നല്ല കാർമേഘമുണ്ട്. മഴയ്ക്കുമ്പോൾ നമുക്ക് ഫുള്ളൊന്ന് ചുറ്റിക്കാണാം. നമുക്ക് ചെരുപ്പൊക്കെ ക്രോക്സൊക്കെ ഇവിടെ ഊരിടാം. യെസ്, വിട്ടുകല്ലാണ്, അപ്പം വലിയ ചൂടില്ല. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ മരത്തിനും പൊട്ടി കിടന്നു. അപ്പോൾ വീണ്ടും മഴ. ഇവിടെ നിന്ന് ഈ മലയിൽ ഫുള്ള് മഴ, ആ മലയിൽ പകുതി വരെ മഴ എത്തി. ഈ സൈഡ് ഫുള്ള് ക്ലിയർ സ്കൈ. ഇവിടെ ആദ്യമേക്ക് അതുമായിട്ട് ഫ്രണ്ടിൽ പോകുന്നു, അതിൽ ബാക്കിൽ നിന്ന് വരുന്നു. നന്ദിക്കര ഇതൊക്കെ ഓരോന്നും ഓരോ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിന്ന് കാണിച്ചുള്ള സമയമില്ല ഗൈസ്. മഴ തെങ്ങെത്തി, എത്തി നമ്മൾ എവിടെയെങ്കിലും പോയി ഒതുക്കണം. നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യൂ. ഇത് അവിടെയും മഴ പെയ്യുന്നു. ഫുൾ അടിപൊളിയാണല്ലോ. ഇവിടെ കാളകൾ വരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഷോ കാണണം എന്നുള്ള ആ ഒരു ആദ്യമായ മോഹം തൽക്കാലമായി ഉപേക്ഷിച്ചു. കാരണം നല്ല മഴ വരുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചവിടെ എത്താൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു കാളവണ്ടി എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇപ്പോൾ കാളവണ്ടി ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് എടുത്ത് ഗൈസ്. ഇപ്പോൾ ആൾക്ക് 10 3 പേർക്ക് 30. ഇതാണ് നമ്മൾ പോകുന്ന കാളവണ്ടി. 3 പേർ ഇവിടെ ഞാനല്ലേ. ഇതാണ് നമ്മൾ പോകുന്ന കാള. ഈ കാളയും മതിയാക്കി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാളവണ്ടി എക്സ്പീരിയൻസ്. അവരടുത്ത കാള വന്ന് ആദ്യം നോക്കിയത് ടാറ്റ പറയടാ. നമുക്ക് രണ്ട് ടീമിന് വേണ്ടി മാത്രം സാധാരണ കാലവണ്ടി നിറഞ്ഞാൽ മതി. നമുക്ക് 2 ടീമിന് വേണ്ടി മാത്രം ചാർട്ട് ചെയ്ത് പോകുന്ന കാലവണ്ടി. ഇത് കിഡിലും എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും അല്ലേ എല്ലാവരും ട്രൈ ചെയ്തത് കിഡിൽ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ വന്ന 10 രൂപ ടിക്കറ്റ് ഉള്ള ആൾക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു സൈഡ് നടക്കുക, ഒരു സൈഡ് കാണാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ സ്ഥലത്ത് ഇതാണ് നമ്മളെ കൊണ്ടുവന്ന കള. താങ്ക് യു. വീണ്ടും നമ്മളെ സ്ഥലത്തെത്തി. ഹലോ. അപ്പോൾ ആദ്യം ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതിലും നമ്മൾ ഔട്ട്രോ അപ്പോൾ നമ്മളൊരു പതിവായിരിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഔട്ട്രോ മറക്കുന്നൊരു സംഭവം. അപ്പം ഇനി മറക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുശേഷം ആദ്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂരും തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ 2 ട്രിപ്പ് പോയി. എല്ലാ വ്ളോഗ്സ് വരുന്നുണ്ട് എല്ലാം. പിന്നെ അതിൻ്റെ പനിയൊക്കെ ആയി കുറച്ചധികം സീനായി കിടക്കുമായിരുന്നു. സൗണ്ടൊക്കെ റിക്കറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വ്ളോഗ് വരുന്ന ഡിലേ. അപ്പോൾ ആദ്യം ഈ വ്ളോഗ് നമ്മൾ കുറച്ച് സ്വപ്ന വ്ളോഗായിരുന്നു. അപ്പോൾ അതും എന്തായാലും നടന്നു. അപ്പം എന്താ പറയുക, താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. കിട്ടില്ലെങ്കിലും വ്ളോഗ്സ് വരുന്നു. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്ളോഗ്സൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചത്, അതുകൊണ്ടാണ് ഞാൻ അടിപൊളി എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.